സൂര്യനാണ് മഴമേഘങ്ങൾക്ക് കാരണമായി തീരുന്നത്. എന്നാൽ ഈ മഴമേഘങ്ങൾ സൂര്യനെ പോലും മറച്ചു കളയും. എത്ര നേരം സൂര്യൻ മറഞ്ഞിരിക്കുന്നുവോ അത്ര നേരവും സൂര്യന്റെ ഉഗ്രപ്രതാപം ഭൂമിയിൽ അനുഭവപ്പെടുകയില്ല. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൽസ് ടോക്സിലേക്ക് സ്വാഗതം. പല സ്ഥാപനങ്ങളിലും മേധാവികളായി ഇരിക്കുന്ന ആളുകൾ ഒരു അക്കാദമിക്കലി വളരെ ബ്രില്യൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് ആ പദവിയിൽ ജോലി ലഭിച്ചത്, ആ സ്ഥാനം ലഭിക്കാൻ ഇടയായത്. പക്ഷേ അവരുടെ ആ അക്കാദമിക് ബ്രില്യൻസ് പലപ്പോഴും അവർക്ക് നന്നായി ആ പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിക്കാൻ മാത്രം കാരണമായി തീരുന്നില്ല. പല തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ ഈ പദവി വഹിക്കുന്ന ആളുകൾക്ക് ആ പലപ്പോഴും പതറുന്നത് അല്ലെങ്കിൽ പരാജയപ്പെടുന്നത് കാണാൻ പറ്റും. ഉദാഹരണമായി, അവിടുത്തെ ജീവനക്കാരെ ഒരുമിച്ച് കൂട്ടി ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം. അവരെ സംബോധന ചെയ്യാൻ പലപ്പോഴും ഒരു ഫിയർ ഇത്തരം സ്ഥാപന മേധാവികളെ പിന്നോട്ട് വലിക്കുന്നത് കാണാൻ പറ്റാറുണ്ട്. അതേപോലെ അവിടുത്തെ എംപ്ലോയീസ് പലതരത്തിലുള്ള പദവികൾ വഹിക്കുന്നുണ്ട്, നന്നായി ചെയ്യുന്നുണ്ട്. പക്ഷെ മറ്റൊരു ഉത്തരവാദിത്തം അവരെ ഏൽപ്പിക്കപ്പെടുമ്പോൾ വല്ലാതെ അസ്വസ്ഥരാകുന്നു. കാരണം എന്താണെന്ന് അറിയാമോ? അക്കാദമിക്കലി ബ്രില്യൻ്റ് ആണ്, സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും അവർ നന്നായി ചെയ്യും. പക്ഷെ അവരൊരു സ്കിൽ അപ്ലൈ ചെയ്യേണ്ടി വരുന്ന സമയത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ ആവാം, റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ആവാം, പീപ്പിൾ സ്കിൽ ആവാം, അങ്ങനെ പലതരത്തിലുള്ള വൈഭവങ്ങൾ പ്രകടിപ്പിക്കേണ്ട പല സന്ദർഭങ്ങളും കടന്നു വരാം. ഇത്തരം അവസരങ്ങൾ അവർ വല്ലാതെ പതറുന്നതും അവർ പിന്നോക്കം പോകുന്നതും കാണാൻ പറ്റും. ഇപ്പൊ ഹോസ്പിറ്റൽ മേഖലയിലൊക്കെ നമുക്കറിയാൻ പറ്റും. ഒരു നഴ്സിംഗ് സ്റ്റാഫ് ആവാം. എപ്പോഴും പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്നിടത്ത് ശാന്ത സ്വഭാവക്കാരായ, എന്തും പറഞ്ഞാൽ അനുസരിക്കുന്ന തരത്തിലുള്ള ആ അനുസരണ സ്വഭാവമുള്ള പേഷ്യൻസിനെയൊക്കെ കൈകാര്യം ചെയ്യാൻ അവർ വളരെ വിദഗ്ധരാകാം, നന്നായിട്ട് മാനേജ് ചെയ്യാൻ കഴിയുന്നുണ്ടാവാം. പക്ഷേ അനുസരണ കെട്ട തരത്തിൽ അല്ലെങ്കിൽ അക്രമാസക്തരാകുന്ന തരത്തിൽ അല്ലെങ്കിൽ ഒരു മോശം സ്വഭാവം ഉള്ള ഒരു തരത്തിലുള്ള ഒരു പേഷ്യന്റിനെ കിട്ടിക്കഴിയുമ്പോൾ അവർ വല്ലാതെ പതറുന്നു, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ആ ഡ്യൂട്ടി ചെയ്യാൻ തന്നെ വല്ലാതെ ബുദ്ധിമുട്ടുന്നത് കാണാൻ പറ്റും, ഒരു ഫിയർ. അതേപോലെ ചില കാഷ്വാലിറ്റി. എപ്പോഴും ഹോസ്പിറ്റലിൽ തിരക്കുണ്ടാവണമെന്നില്ല. പക്ഷെ പെട്ടെന്ന് ഒരു തിരക്ക് വന്നു, ഒരു അപകടത്തിന്റെ ഒരു സാഹചര്യത്തിൽ ധാരാളം ആളുകളും അപകടത്തിൽപ്പെട്ട ആളുകളുമായിട്ടുള്ള വാഹനങ്ങളും എത്തുന്ന സമയം ഭയങ്കരമായി ഭയപ്പെടുന്ന പല സ്റ്റാഫ് മെമ്പേഴ്സിനും കാണാറുണ്ട്. ഇത്തരം സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ, ഈ സിറ്റുവേഷനിൽ പതറിപ്പോവാതെ മാനേജ് ചെയ്യാൻ പലപ്പോഴും അവർക്ക് അതിന് കിട്ടേണ്ട പരിശീലനങ്ങളിൽ അവർ പങ്കെടുക്കാൻ സാധിക്കാതെ പോകുന്നതോ അല്ലെങ്കിൽ പങ്കെടുക്കാത്തത് കൊണ്ടോ ആണ് ഈ സിറ്റുവേഷൻ അവർക്ക് മാനേജ് ചെയ്യാനുള്ള പരിശീലനം ലഭിക്കാതെ പോകുന്നത്, അല്ലെങ്കിൽ അതിനുള്ള ഒരു കഴിവ് അവർക്ക് നേടാൻ കഴിയാതെ പോകുന്നത്. നമുക്കറിയാം, ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ വലിയ മാറ്റങ്ങളും അതേപോലെ തന്നെ കാലഘട്ടം വല്ലാതെ ഒരു മത്സരത്തിലേക്ക് കടന്നു പോകുന്ന കാലമാണിത്. ഒരു ബാങ്കിങ് സെക്ടർ ആവട്ടെ, ഹോസ്പിറ്റൽ മേഖലയാവട്ടെ, ഒരു ടെക്സ്റ്റൈൽ ഷോറൂമുകളാവട്ടെ, ഒക്കെയും നമ്മുടെ ഉള്ള അറിവും കഴിവും കൊണ്ട് മാത്രമായിട്ട് നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്നവരില്ല. പിന്നെയോ വരുന്ന മാറ്റങ്ങളിൽ, പുതിയ പുതിയ സാഹചര്യങ്ങളിൽ ഏറ്റവും നന്നായി ഇടപെടുന്ന കസ്റ്റമേഴ്സിനോടും അല്പം മോശമായി ഇടപെടുന്ന കസ്റ്റമേഴ്സിനോടും ഒക്കെ നമുക്ക് നമ്മുടെ ഒരു പക്വതയോടെ നമുക്ക് ബിഹേവ് ചെയ്യാൻ കഴിയണം. മുഷിപ്പിക്കാതെ, ബുദ്ധിമുട്ടിക്കാതെ, എന്നാൽ നമ്മുടെ ബിസിനസ് നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു വൈഭവം നമുക്ക് പ്രകടിപ്പിക്കേണ്ടതുണ്ട്. അതിന് തക്ക തരത്തിൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങളെ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുക. ചില ആളുകൾ പറയാറുണ്ട്, എനിക്ക് മടിയാണ്, അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങി വെക്കണമെങ്കിൽ ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നു. നനച്ചാൽ പുലിയെ പിടിപ്പേൻ ആണല്ലേ, സത്താലും നനയ്ക്ക മാട്ടേൻ എന്ന് പലപ്പോഴും പണ്ടുള്ള ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതേപോലെയാണ് ആ മടി കാരണം ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നില്ല. ചെയ്താൽ ഏറ്റവും നന്നായിട്ടാണ്. ചെയ്യണമല്ലോ, സമയത്ത് ചെയ്യണമല്ലോ, നല്ലല്ലേ അതിന് ഗുണമുള്ളൂ. ആ തരത്തിലേക്ക് മടിയെ മാറ്റിവെക്കാൻ, അതിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ആ കാര്യങ്ങളെ ഭംഗിയായി ചെയ്തുകൊണ്ട് ആ മടി മാറ്റിയെടുക്കാൻ മനഃപൂർവ്വമായിട്ട് പരിശ്രമിച്ച് അത് മാറ്റിക്കളയാൻ ആവുകയുള്ളൂ. ഇനി ചില ആളുകൾ എന്താ സംഭവിക്കുക, അവർക്ക് അക്കാദമിക്കലി ബ്രില്യൻ്റ് ഒക്കെ ആയിരിക്കാം, പക്ഷേ ഓരോ കാര്യങ്ങളും മാറ്റിവെക്കുന്ന സ്വഭാവം, പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുക. ഇതിന് മാറ്റിവെക്കുന്ന സ്വഭാവങ്ങൾ ഉള്ളത് പലപ്പോഴും അവരുടെ സ്വഭാവത്തെ, അവരുടെ പ്രവർത്തനത്തെ, ഒപ്പം സ്ഥാപനത്തിന്റെ വളർച്ചയെയും ആ സ്ഥാപനത്തിൽ ഉണ്ടാവേണ്ട നല്ല റിസൾട്ടിനെയും ഒക്കെ മാറ്റിക്കളയാൻ ഇടയാക്കാം. അത്തരം കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അപ്പോൾ ആ ഒരു മാറ്റിവെക്കൽ പ്രക്രിയ ഒരു ശീലമായിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും അതിനെ മാറ്റിയെടുക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള പരിശ്രമങ്ങളിലേക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ല എങ്കിൽ നമ്മൾ മാറ്റി നിർത്തപ്പെടാൻ ഒരു സാഹചര്യം ഉണ്ടാവാം. കാരണം ഒരു സ്ഥാപനത്തിനും ഇന്ന് അത്ര ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഇത്തരം പുറകോട്ട് നിൽക്കുന്ന ആളുകളെ, കഴിവിൽ കുറവുള്ള ആളുകളെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നവരില്ല. ഇനി ചില ആളുകളുണ്ട്, അവർ ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലൊക്കെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടാവാം. പക്ഷെ കടുക് പൊട്ടിത്തെറിക്കുന്ന പോലെ പെട്ടെന്ന് ഷോർട്ട് ടെമ്പേർഡ് ആകുക എന്ന് പറയാം. പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നു.
ഇത്തരം പൊട്ടിത്തെറിക്കൽ സ്വഭാവം ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അത് കസ്റ്റമേഴ്സിനോടാവാം, അതല്ലെങ്കിൽ സഹപ്രവർത്തകരോടാവാം. അങ്ങനെ ചുറ്റുമുള്ള ലോകത്ത് ഈ പൊട്ടിത്തെറിച്ച് മറ്റുള്ളവരെ വെറുപ്പിച്ച് നടക്കുന്ന ഇത്തരം ആളുകൾ ആ ഒരു ടീം വർക്കിന് ഗുണകരമായി മാറില്ല. ഒരു സ്ഥാപനങ്ങളിൽ ഒരു ടീം വർക്കിന് വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പൊ ധാരാളം ജീവനക്കാർ പ്രവർത്തിക്കുന്ന ഒരു മേഖലയിൽ ആ ഒരു ടീം വർക്കിൽ ഒരാൾ ആ ടീമിന്റെ ഒരു മാച്ച് ആവാതെ വന്നാൽ, ആ ടീമിനോട് ഇണങ്ങാതെ വന്നാൽ, അത് സ്വാഭാവികമായിട്ടും ആ ടീമിന്റെ ഒത്തിണക്കത്തെ ബാധിക്കും. കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാനിടയാവും. അപ്പൊ എന്താ സംഭവിക്കുക? ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിന്റെ മികവിനെയും അതിന്റെ ഒരു വളർച്ചയെയും ഒക്കെ അത് ബാധിക്കുന്നുണ്ടാവും. അത് മാത്രമല്ല, ഈ ഈ ഇത്തരം ആളുകൾ ആ കൂട്ടത്തിൽ ഒറ്റപ്പെട്ട് നിന്ന് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവർക്ക് വർക്ക് ലോഡ് കൂടാനിടയാകും, മാനസിക സമ്മർദ്ദം കൊടുക്കാനിടയാകും. അപ്പം ഈ ആളുകളെ സ്ഥാപനം മാറ്റി നിർത്തപ്പെടാൻ നിർബന്ധിക്കപ്പെടുന്ന ഒരു സാഹചര്യം രൂപപ്പെടാം അവിടെ. അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ, നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ പിഴവുകൾ എന്താണ്, നമ്മുടെ കുറവുകൾ എന്താണ്, നമുക്ക് നമ്മളെ ഒന്ന് ശ്രദ്ധിച്ചാൽ പലപ്പോഴും ഇത് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഇത്തരം ദൗർബല്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, പലപ്പോഴും നമുക്ക് സ്വയം മനസ്സിലാവുന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ കൂടെയുള്ള നല്ല സൗഹൃദങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ടാവും. അപ്പോഴെങ്കിലും നമ്മളൊന്ന് തിരുത്താൻ, ഒരു അവബോധത്തോടു കൂടി പെരുമാറാൻ, അത് മാറ്റിയെടുക്കാൻ കഴിയുന്ന സപ്പോർട്ടുകൾ വാങ്ങിച്ചെടുക്കാനൊക്കെ നമ്മളൊന്ന് ഉത്സാഹിച്ചാൽ തീർച്ചയായും നമുക്കത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അതൊക്കെ ഈ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമായാലും, ഓരോ കാര്യങ്ങളും ഉത്തരവാദിത്തത്തോടെ സമയബന്ധിതമായി ചെയ്യുന്നതിന് പകരം മാറ്റിവെക്കുന്ന സ്വഭാവമുള്ള ആളുകളായാലും, ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ മടിച്ച് നിന്ന് അത് സമയത്ത് ചെയ്യാതെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ആളുകളായാലും, മടിയായാലും ശരി, ഏതൊരു കാര്യവും ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തെ അത് ദോഷകരമായി ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ആ സ്ഥാപനത്തിൽ ഒരു എംപ്ലോയി എന്ന നിലയ്ക്ക്, പദവി ഏത് വഹിക്കുന്ന ആളായാലും, ആ സ്ഥാപനത്തിൽ തുടരാനുള്ള ബുദ്ധിമുട്ടുകൾ അനവധി തവണ സൃഷ്ടിക്കപ്പെടാൻ, അല്ലെങ്കിൽ അവിടുന്ന് മാറ്റി നിർത്തപ്പെടാനും അവിടുന്ന് പുറത്താക്കപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട്. ഇത് ഒന്ന് പരിഹരിച്ച് ഏറ്റവും നല്ല കഴിവ് പ്രകടിപ്പിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിലെ മത്സരത്തിൽ മുന്നിൽ നിൽക്കാൻ പ്രവർത്തിക്കുന്ന ആളുകളെയാണ് ആവശ്യം. ആ പ്രവർത്തിച്ചുകൊണ്ട് വരുന്ന കാലഘട്ടങ്ങളിലെ മത്സരങ്ങളിൽ നമുക്ക് മുന്നേറാൻ കഴിയുന്ന തരത്തിലേക്ക്, നമുക്ക് ശരിയായ തരത്തിൽ നമ്മുടെ ഒരു പ്രതിരോധം, മാറ്റങ്ങളിൽ നമ്മൾ സ്ഥാപനത്തെ പിന്തള്ളപ്പെട്ടു പോകാതിരിക്കാനൊക്കെ ഒരു പ്രതിരോധമായി മാറി പ്രവർത്തിക്കാനും പ്രതിരോധിക്കാനും സ്ഥാപനത്തിന്റെ വിശ്വസ്തനായ ഒരു എംപ്ലോയി ആയി മാറി ആ സ്ഥാപനത്തിന്റെ വളർച്ചയിൽ കൂടെ നിൽക്കാൻ കഴിയുന്ന ഒരാളായിട്ട് വളരാൻ ഇടയാവണം. സ്വയം വളരുവാനും സ്ഥാപനത്തെ വളർത്തുവാനും വളർത്തുന്ന ബന്ധങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്ന ആളായിട്ട് എല്ലാവർക്കും മാറാൻ കഴിയട്ടെ. നന്മകൾ നേരുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സൈനിങ് ഓഫ്, രാധാകൃഷ്ണൻ. ബി ബെറ്റർ എവരി ഡേ.